ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രാഘവേട്ടൻ്റെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് സ്വന്തം വീട് ലേലത്തിൽ പോയതുപോലും മറന്നിട്ട് അവിടെ വീണ്ടും വന്നിട്ട് ശ്യാമയോട് ചോദിക്കുന്നു, ഫാമ എവിടെ? മുറ്റം മുഴുക്ക കരിയില കിടക്കുന്ന കണ്ടോ? ഇവിടെ എത്ര പെണ്ണുങ്ങളുള്ള വീടാ, ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി തീയിടണമെന്ന് അറിയത്തില്ലയോ? അതെങ്ങനെയാ അവൾക്ക് എന്നെ ഭരിക്കാനല്ല പറ്റത്തുള്ളൂ. ശ്യാമ ആകെ വിഷമത്തിലായി. ദൈവമേ, അച്ഛൻ ഓർമ്മയില്ലാതെയാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഇപ്പോഴിവിടെ ആരുമില്ല, പക്ഷേ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ വലിയ കുഴപ്പമാവുമല്ലോ. അച്ഛൻ്റെ ഈ ഓർമ്മക്കുറവ് കാരണം അച്ഛൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും. ദൈവമേ, എന്താ ചെയ്യുന്നത്? ഇപ്പം എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റത്തുള്ളല്ലോ. രാഘവേട്ടനാണെങ്കിൽ അകത്തോട്ട് നോക്കിക്കൊണ്ട് ഫാമേന്ന് വിളിക്കുവാണ്. ഇവളിതെന്തോ കൊടുക്കുക? എത്ര വിളി ഞാൻ വിളിക്കുന്നത്, വിളിച്ചിട്ട് വിളി കേൾക്കണമെന്നുണ്ടോയെന്ന് നോക്കിക്കേ. നീ എന്തുവാ ശ്യാമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഫാമ വന്നില്ലെങ്കിൽ വേണ്ട, മോൾ അകത്ത് പോയി തീപ്പെട്ടി എടുത്തോണ്ട് വാ, ഇതൊക്കെ കത്തിക്കാം. അച്ഛൻ അതൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ഈ ചവറൊക്കെ ഇങ്ങനെ കൂട്ടിക്കിടക്കുന്നതേ അപകടമാ. നമ്മുടെ പുത്തമ്പരക്കര ദാസൻ്റെ അച്ഛനെ കടിച്ചതേ പാമ്പ് ഇതിനകത്തതുപോലെ ഇരുന്നിട്ടാ. അതുകൊണ്ടാ അച്ഛൻ പറയുന്നത് ഇങ്ങനെ ചവറ് കൂട്ടി ഇടരുതെന്ന്. വീടിങ്ങനെ ഭംഗിയായിട്ട് പെയിൻ്റ് അടിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല, ചുറ്റിപ്പുറവും നല്ല വൃത്തിയായിട്ട് വെക്കണം. ഇനി വീടിനകം എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അവിടെയും ആകെ വൃത്തികേടാക്കിയിട്ടിരിക്കുമായിരിക്കും. എന്ത് ചെയ്യാനാ, എല്ലാത്തിനും എൻ്റെ കൈ തന്നെ ചെല്ലണമെന്ന് വെച്ചാൽ. രാഘവേട്ടൻ എങ്ങനെയാ മുറിക്കകത്തോട്ട് കയറിയിട്ട് നോക്കുന്നത്? ഇതെന്തോ ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. ഇവിടെ കിടന്ന സോഫയൊന്നും കാണുന്നില്ലല്ലോ. എന്താ ഇതിനകത്ത് പറ്റിയത്? ഇനി എനിക്ക് തോന്നുന്നതാണോ? രാഘവേട്ടൻ അവിടെ കിടന്ന ഒരു ചെയറിൽ ഇരുന്നിട്ട് ശ്യാമയോട് ചോദിക്കുന്നു, എന്താ ശ്യാമേ, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചായ കൊണ്ടുവരുന്ന പതിവാണല്ലോ, എന്തു പറ്റി? ശ്യാമയാണെങ്കിൽ ആകെ ഭയന്ന് വിറച്ച് നിൽക്കുവാണ്. രോഹിത്തോ സുസ്മിതയോ ഉപേന്ദ്രനോ ആരെങ്കിലും ദൈവമേ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നാൽ ആകെ പ്രശ്നം ഗുരുതരമാകുമല്ലോ. അച്ഛൻ വെളിവില്ലാതെ വല്ലതും വിളിച്ച് പറയും, വഴക്കുമാകും. ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. എന്നിട്ട് ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, ഫാമ ഇതെന്തിയേ, അവൾ എവിടെ പോയി? അല്ലെങ്കിലും അവൾ എന്നെ നോക്കാതെ ഈ നാട് നന്നാക്കാൻ നടക്കുക. അതൊക്കെ ഇങ്ങോട്ട് വരട്ടെ. ഇന്നത്തോടെ ഇതെല്ലാം ഞാനിന്ന് അവസാനിപ്പിക്കും. വീടിൻ്റെ പഴയ പകിട്ടൊക്കെ അങ്ങ് പോയെന്ന് തോന്നുന്നു. ആ രവിയെ വിളിച്ചൊന്ന് പെയിൻ്റ് അടിപ്പിക്കണം. വീട് തെളിഞ്ഞാൽ മാത്രമേ വീട്ടിലുള്ളവരും തെളിയത്തുള്ളൂ. വീട്ടിലുള്ളവർ തെളിഞ്ഞാൽ ജീവിതവും തെളിയും. ദൈവമേ, സത്യാമേ അറിയാതെയാണല്ലോ അച്ഛനിങ്ങനെ ഇറങ്ങി ഓർമ്മയില്ലാതെ വന്നിരിക്കുന്നത്. പക്ഷേ അച്ഛനെ ഇങ്ങനെ ഒരുപാട് നേരം ഇവിടെ ഇരുത്താനും പറ്റില്ലല്ലോ. ആകെ അങ്കലാപ്പിലായി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്യാമയെ നോക്കി രാഘവേട്ടൻ പറയുന്നു, ആഹാ ശ്യാമേ, നീ ഇതുവരെ ചായ എടുക്കാൻ പോയില്ലയോ? അയ്യോ അച്ഛാ, ഞാനങ്ങ് മറന്നു. ഇപ്പം ഞാൻ അച്ഛന് ചായ കൊണ്ടുവരാം എന്നും പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് നടക്കുന്നുണ്ടെങ്കിലും തിരിഞ്ഞ് രാഘവേട്ടനെ തന്നെ നോക്കി നിൽക്കുവാണ്. എന്തോ ശ്യാമേ നീ ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നത്? ചായ എടുത്തോണ്ട് വരാനല്ലയോ പറഞ്ഞത്? രാഘവേട്ടൻ പതുക്കെ എഴുന്നേറ്റിട്ട് ആ ഹോളൊക്കെ വീണ്ടും നോക്കുവാണ്. എന്നാലും എന്തൊക്കെയോ മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. രാഘവേട്ടൻ പലതും ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പാവം ഒരു ഓർമ്മയും കിട്ടുന്നില്ല. ഇപ്പോഴും തൻ്റെ വീടാണെന്നും പറഞ്ഞ് നിന്നാണ് അവിടെ എല്ലാം നോക്കുന്നത്. ശാലിനിയാണെങ്കിൽ പതിവിലും നേരത്തെ വീട്ടിലെത്തി. ശാരദാമ്മ ചോദിക്കുന്നത്, നീ ഇന്നെന്താ നേരത്തെ എത്തിയത്? അതമ്മേ, കുറച്ച് ഫയലുകൾ നോക്കാനുണ്ട്, എഴുതാനുമുണ്ട്. അവിടെ ഇരുന്ന് നോക്കിയാൽ ശരിയാകില്ല, അതാ ഞാൻ ഇങ്ങോട്ട് പോന്നെ. എന്നാൽ മോളെ ഞാൻ ചായ എടുക്കട്ടെ? ഇപ്പം വേണ്ടാമ്മേ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. പിന്നെ അമ്മയ്ക്കൊരു വിഷയം കേൾക്കണ്ടേ? ഞാനിന്നൊരാളെ കണ്ട്. അതാരെയാ? അമ്മയുടെ പഴയ ശത്രു രാജേശ്വരിയുടെ മോനെ. നീ ആരുടെ കാര്യമാണ് മോളെ പറയുന്നേ? അനൂപിനെയാണോ? അതേ അമ്മേ, അവൻ ഏതോ ഒരാവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. എന്താ മോളെ നീ എന്നിട്ട് അവനെ ഇങ്ങോട്ട് വിളിക്കാഞ്ഞത്? എന്നിട്ട് വേണം രാജേശ്വരി അമ്മ കലിതുള്ളി ഇങ്ങോട്ട് വരാൻ. എന്നാലും ഇങ്ങനെ ഒരു സ്ത്രീയുടെ മുന്നിൽ നമ്മുടെ അച്ഛൻ എങ്ങനെയാ ചെന്ന് ചതിയിൽപ്പെട്ടത്? പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അനൂപിന് ആ സ്ത്രീയുടെ ഒരു സ്വഭാവവും കിട്ടിയിട്ടില്ല. അവനല്ലെങ്കിലും നമ്മളോടാ സ്നേഹം. അവനിവിടെ വരുമ്പോഴൊക്കെ ചേച്ചി ചേച്ചി എന്നും പറഞ്ഞ് നിന്റെ പൊന്നാലെയായിരുന്നു നടപ്പ്. വലുതായിട്ടും അവൻ്റെ സ്നേഹത്തിന് കുറവൊന്നുമില്ലല്ലോ മോളെ. അതൊന്നും ഇല്ലമ്മേ, അവൻ നല്ല മിടുക്കനായിട്ടുണ്ട്. നല്ല സംസാരവും നല്ല പെരുമാറ്റവും. ഈ പക്വത വന്നെന്നൊക്കെ പറയില്ലേ അമ്മേ, അതുപോലെ ആ കുട്ടിത്വമൊക്കെ അങ്ങ് പോയവൻ്റെ. അതങ്ങനെ വരുത്തുള്ളൂ മോളെ. അമ്മ വേറെയാണെങ്കിലും അച്ഛൻ ഒന്നല്ലേ, അപ്പോൾ നിങ്ങളുടെ ഇനവല്ലേ അവൻ അങ്ങനെ വരുത്തുള്ളൂ. എന്തായാലും അവൻ്റെ വരവിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടമ്മേ, എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി. അതിനി എന്താണെന്ന് അവൻ തന്നെ അങ്ങ് പറയട്ടെ. ഞാൻ അവൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് പിന്നെ വിളിക്കാം. ആ സമയത്ത് ശാരദാമ്മയുടെ ഫോണിലോട്ട് ശ്യാമയുടെ ഫോൺ കോൾ വരുന്നുണ്ട്. ശാരദാമ്മ പറയുക, ദൈവമേ, ശ്യാമയാണല്ലോ വിളിക്കുന്നത്. ഇനി എന്തു പറഞ്ഞിട്ടാണോ വിളിക്കുന്നത്? അവളുടെ ഫോൺ വരുമ്പോൾ നെഞ്ചിൽ തീയാ മോളെ. ശാലിനി പറയാ, അമ്മ ഏതായാലും ഫോൺ എടുക്ക്, എന്തുവാ അവൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാമല്ലോ.
എന്താ മോളെ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അമ്മേ ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ അമ്മയോട് പറഞ്ഞില്ലേ അച്ഛൻ വന്നിട്ടുണ്ടെന്ന്. സത്യാമ്മ അറിയാതെ അച്ഛൻ ഇറങ്ങി വന്നതാണെന്ന് തോന്നുന്നു. ഒരു ഓർമ്മയില്ല, പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയുക അമ്മേ. എനിക്ക് പേടിയാകുന്നു. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ആരുമില്ല. അവരാരെങ്കിലും വന്നാൽ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. വീട് നഷ്ടപ്പെട്ടതും ഒന്നും അച്ഛനറിയില്ല. അച്ഛൻ്റെ പഴയ വീടാണെന്നുള്ള രീതിയിൽ ഓരോന്നും അധികാരത്തോടെയാണ് നോക്കുന്നതും പറയുന്നതും ഒക്കെ. മോളെ ശാലിനി ഇവിടെ ഉണ്ട്, മോൾ അവളോട് കാര്യം പറ എന്നും പറഞ്ഞ് ശാരദാമ്മ ഫോൺ ശാലിനിയുടെ കൈ കൊടുക്കുന്നുണ്ട്. ശ്യാമേ എന്താ ഉണ്ടായത്? അച്ഛൻ എപ്പോഴാണ് അവിടെ എത്തിയത്? കുഞ്ഞേച്ചി, അച്ഛൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരുന്നുകൊണ്ട് സത്യാമ്മയെ തിരക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുവാണ്. സ്വന്തം വീടെന്ന രീതിയിലാണ് ഓരോന്നും പ്രവർത്തിക്കുകയും ചെയ്യുന്നതൊക്കെ. ആ ഉപേന്ദ്രനോ സുസ്മിതയോ ഒക്കെ വന്നാൽ വലിയ കുഴപ്പമാവും കുഞ്ഞേച്ചി. അതുപോലെ തന്നെ രോഹിത്തും ഇവിടെ ഇല്ല. ഞാൻ ആകെ പേടിച്ചിരിക്കുക. ശ്യാമേ, നീ ടെൻഷൻ അടിക്കാതെ, അച്ഛൻ പുറത്തോട്ടങ്ങും പോകാതെ നീ നോക്കിക്കോ. ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം. എന്താ മോളെ, എന്തുവാ ശ്യാമ പറഞ്ഞത്? അമ്മേ, വിഷ്ണുവേട്ടൻ്റെ അച്ഛൻ അവിടെ ചെന്നിട്ടുണ്ടെന്ന്. അച്ഛനിപ്പോൾ പഴയതുപോലെ ഓർമ്മയൊന്നുമില്ല. വീട് വിറ്റതൊന്നും അച്ഛൻ അറിയില്ല. അച്ഛൻ ആ പഴയ അധികാരത്തിൽ അവിടെ ചെന്നിരിക്കുവാണ്. സത്യാമ്മ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ലെന്ന് തോന്നുന്നു. ഞാൻ എങ്ങോട്ടൊന്ന് എളുപ്പം ചെല്ലട്ടെ എന്നും പറഞ്ഞ് ശാലിനി പോവുകയാണ്. അനൂപും നൂർജഹാനും കൂടെ ഒരിടത്തു നിന്ന് അവരുടെ കഥകളൊക്കെ പറയുവാണ്. അനൂപ് പറയുക, എൻ്റെ അച്ഛൻ ആദ്യം വിവാഹം കഴിച്ചതാണ് ശാരദാമ്മ. എൻ്റെ അമ്മ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ശാരദാമ്മയും അവിടുത്തെ ചേച്ചിമാരെയും ആരെയും ഇഷ്ടമല്ല. പക്ഷേ ഇവർക്കൊക്കെ എന്നെ വലിയ കാര്യമായിരുന്നു. ഞാനവിടെ പോവുകയും അവിടെ നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സ്നേഹവും വാത്സല്യവും ഒക്കെ അവർക്കെല്ലാവർക്കും എന്നോട് ഇപ്പോഴും ഉണ്ട്. വിഷ്ണുവേട്ടനുമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നെ സഹായിക്കാനും എൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം കൂടെ നിൽക്കാനും എൻ്റെ ശാലിനി ചേച്ചി എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. നൂർജഹാൻ ചോദിക്കുമോ, ആഹാ, അപ്പം കളക്ടർക്ക് നടത്തിത്തരാൻ പറ്റാത്ത എന്തിഷ്ടമാ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? അങ്ങനെ ഇപ്പം കേട്ട് താൻ സൂഹിക്കണ്ട. അതെ, സമയമാകുമ്പോൾ പറയേണ്ടവരോട് ഞാനങ്ങ് പറഞ്ഞോളാം. അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ പ്രണയമുണ്ട്. പക്ഷേ രണ്ടുപേരും പറയാതിങ്ങനെ ഇരിക്കുവാണ്. അല്ല നൂറേ, നിൻ്റെ പഠിത്തമൊക്കെ ഇനി എങ്ങനെയാ? എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നില്ലല്ലോ. എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ വലിയ പാടാ. അനൂപിനറിയാലോ, എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിച്ചു വിടാനുള്ള ഒരുക്കത്തിലാണ് എൻ്റെ ബാപ്പിച്ചി. അതിന് പ്രഷർ കൂട്ടിക്കൊണ്ടാണെങ്കിൽ എൻ്റെ മാമി പഠിക്കാനൊരല്പം സമ്മതം എൻ്റെ ബാപ്പിച്ചി തന്നെങ്കിലും അതത്രയ്ക്ക് കാര്യമാക്കണ്ട. ബാപ്പിച്ചിയുടെ പെങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാപ്പിച്ചി അതേ കേൾക്കൂ. എടോ നൂറെ, താൻ നിർബന്ധം പിടിക്കണം. തനിക്ക് പഠിക്കണമെന്ന് വെട്ടി തുറന്നങ്ങോട്ട് പറയണം. ആരാ തടയാൻ വരുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ. അനൂപിന് ഞങ്ങളുടെ ബന്ധുക്കളെക്കുറിച്ചൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. എഴുതാനും വായിക്കാനും പഠിച്ചാൽ പിന്നെ എല്ലാം ആയെന്നുള്ള തോന്നല. ഇപ്പം എൻ്റെ ഈ പഠിത്തം തന്നെ ബാപ്പിച്ചിയുടെ നിർബന്ധം കൊണ്ടാണ്. എന്തായാലും എൻട്രൻസിൻ്റെ റിസൾട്ട് വരട്ടെ നൂറെ, അതിനുശേഷം എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. തനിക്ക് പഠിച്ചാൽ പോരെ, അതിനുള്ള വഴി നമുക്ക് ഉണ്ടാക്കാം. എന്ത് വഴി ഉണ്ടാക്കുമെന്നാ? ഒന്നുമില്ലെങ്കിലുവേ ഒരു ജില്ല ഭരിക്കുന്ന ആളിൻ്റെ അനിയനല്ലേ ഈ ഞാൻ. പഠിക്കാൻ താല്പര്യമുള്ള പിള്ളേരെ പഠിപ്പിക്കാത്ത കാരണവന്മാരെ ശിക്ഷിക്കാനേ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം. അതും പറ്റിയില്ലെങ്കിൽ എൻട്രൻസ് ജയിച്ചവരുടെ ഒരു വലിയ ജാഥ തന്നെ സുബേർ ബാപ്പിച്ചിയുടെ വീട്ടിലോട്ട് ഞാനങ്ങ് നയിക്കും. എന്നിട്ടേ ആ മുറ്റത്തൊരു കോളാമ്പി മൈക്കൊക്കെ പിടിച്ചിട്ട് ഞാനങ്ങോട്ട് സത്യാഗ്രഹം ഇരിക്കും. നൂർജഹാനെ ഇറക്കി വിട്, നൂർജഹാനെ തുറന്നു വിട്, നൂർജഹാന് സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് മുദ്രാവാക്യം വിളിക്കും. ചില്ലറ മോഹങ്ങളൊന്നും അല്ലല്ലോ ചെക്കൻ്റെ മനസ്സിൽ. എനിക്ക് ഇനിയും കുറേ മോഹങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇനി നിന്നാലേ തൻ്റെ ബാപ്പിച്ച് തൻ്റെ ചെവി പൊന്നാക്കും. അതുകൊണ്ട് നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവരവിടുന്ന് പോവുകയാണ്. സത്യാമ്മയാണെങ്കിൽ രാഘവേട്ടനെ കാണാതെ വീടിൻ്റെ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവാണ്. അപ്പോൾ വിഷ്ണു അങ്ങോട്ട് വരുവാണ്. എടാ മോനെ, അച്ഛൻ, എൻ്റെ അമ്മേ, എന്തുവാ അമ്മ ഇതൊക്കെ? അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ അച്ഛനെ എപ്പോഴും നോക്കിക്കോണമെന്ന്. എടാ ഞാൻ നോക്കിക്കൊണ്ടിരുന്നതാ. ദേ ഇവിടെ വാതക്കലിരുന്നാ. ഞാൻ അന്ന് അകത്തോട്ട് പോയതേ ഉള്ളൂ. ഞാൻ അകത്തോട്ടൊന്ന് പോയിട്ട് പുറത്തു വന്ന് നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല. ഇത്ര എളുപ്പം എങ്ങോട്ടെങ്കിലും പോകുമെന്ന് ഞാൻ വിചാരിച്ചു. സുബേറിൻ്റെ വീട്ടിലും ചെന്നിട്ടില്ല. അവിടെയൊക്കെ ഞാൻ അന്വേഷിച്ചു. അച്ഛനിങ്ങനെ ഓർമ്മക്കുറവുള്ള കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതല്ലയോ? എൻ്റെ ദൈവമേ, ഇനി ഞാൻ എവിടെ പോയി നോക്കാന്? എടാ മോനെ വിഷ്ണു, സാധാരണ കാറ്റ് കൊള്ളാനായിട്ട് ആ ഉപ്പുകൊണ്ടം പാടത്താ പോയി ഇരിക്കാറുള്ളത്. ഞാൻ അവിടെയും ചെന്ന് നോക്കി. അവിടെയൊക്കെ ഉള്ളവരോട് ചോദിക്കുകയും ചെയ്തു. അവരാരും കണ്ടില്ലെന്നാ പറഞ്ഞ്. അപ്പോൾ പിന്നെ അച്ഛൻ എങ്ങോട്ടാ അമ്മേ പോയത്? എനിക്ക് വയ്യ. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണല്ലോ. ആ സമയത്ത് ശാലിനിയുടെ ഫോൺ വിഷ്ണുവിന് വരുന്നുണ്ട്. വിഷ്ണു പറയുന്നു, ശാലിനി, അച്ഛനെ കാണാനില്ല. ആ കാര്യം പറയാനാ വിഷ്ണുവേട്ടാ ഞാൻ വിളിച്ചത്. അച്ഛൻ ശ്യാമയുടെ അടുത്തുണ്ട്. ശ്യാമയുടെ അടുത്തോ?
നമ്മുടെ ലേലം ചെയ്തു പോയ വീട്ടിൽ ശാലിനി അച്ഛൻ അവിടെ എന്തിനാ ചെന്നതെന്ന് വല്ലതും തനിക്കറിയാവോ? ഞാനിനി പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് വിഷ്ണുവേട്ടൻ ടെൻഷനൊന്നും അടിക്കരുത്. വീട് വിറ്റ കാര്യം ഒന്നും അച്ഛൻ്റെ ഓർമ്മയിലില്ലെന്നാ ശ്യാമ പറയുന്നത്. സ്വന്തം വീട്ടിൽ പെരുമാറുന്ന പോലെയാണ് അച്ഛൻ അവിടെ പെരുമാറുന്നതെന്നാ ശ്യാമ പറഞ്ഞത്. ശാലിനി നമ്മുടെ അച്ഛൻ വിഷ്ണുവേട്ട ഓർമ്മശക്തി നഷ്ടപ്പെട്ടതല്ലേ, ഇപ്പോഴവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും പോയി. ഞാനിനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ തലയാകെ മരവിച്ചിരിക്കുക. എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം വിഷ്ണുവേട്ട. വിഷ്ണുവേട്ടൻ എളുപ്പം അങ്ങോട്ട് വാ, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അമ്മേ, അച്ഛൻ നമ്മുടെ പഴയ വീട്ടിൽ പോയിരിക്കുവാണെന്ന്. അയ്യോ, അവിടെ എങ്ങനെ പോയി? ആരാ അച്ഛനെ അവിടെ കൊണ്ടുവന്നാക്കിയത്? എന്തിനാണാവോ ഈ മനുഷ്യൻ അങ്ങോട്ട് പോയത്? അമ്മ വിഷമിക്കാതിരിക്കുക, ഞാൻ പോയി അച്ഛനെ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് വിഷ്ണു പോവുകയാണ്. രാഘവേട്ടനാണെങ്കിൽ മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കിയിട്ട് ഈ ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല, ചെടിയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. എടി ഫാമേ, നീ ഇത് എവിടെ പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രാഘവേട്ടൻ ബഹളം വെക്കുവാണ്. അവൾക്ക് സമൂഹ വിവാഹം നടത്താനും അമ്പല കമ്മിറ്റി നടത്താനും അങ്ങനെ കാശ് ഒരുപാട് ചിലവാക്കാനൊക്കെ അവൾക്ക് നല്ല സാമർഥ്യമാണ്. ശ്യാമ പറയുക, അച്ഛാ, അച്ഛനിപ്പോൾ ഇവിടെ അല്ലല്ലോ താമസിക്കുന്നത്, അപ്പം പിന്നെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ അച്ഛാ. കാര്യമില്ലെന്നോ? നീ എന്തുവാ കൊച്ചേ പറയുന്നത്? നീ ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിലോട്ട് പോകുന്നെന്ന് പറഞ്ഞേ ഇത് നിൻ്റെ വീടല്ലാതാവുമോ? ഞാനേ ഒരുപാട് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ വീടാ ഇത്. ഇതെൻ്റെ സ്വന്തം വീടാ. അയ്യോ അച്ഛ, അച്ഛൻ ഇങ്ങോട്ട് വന്നേ, അച്ഛൻ ഇവിടെ ഒന്ന് ഇരിക്കും. എനിക്കങ്ങനെ ഇരിക്കാൻ വേണ്ടിയുള്ള അസുഖമൊന്നും ഇല്ല മോളെ. ശ്യാമ പതുക്കെ രാഘവേട്ടനെ പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. ശ്യാമയ്ക്ക് സങ്കടം കൊണ്ട് ചോദിക്കുക, അച്ഛാ, അച്ഛൻ എന്താ അച്ഛാ പറ്റിയത്? അച്ഛൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ വീടും സ്ഥലവും ഒന്നും നമ്മുടേതല്ലച്ചാ, എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ അച്ഛാ. ശ്യാമ പറയുന്നേ ഒന്നും രാഘവേട്ടൻ അങ്ങോട്ട് പിടികിട്ടുന്നില്ല. രാഘവേട്ടൻ എന്തൊക്കെയോ പഴയ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്യാമയാകെ ഭയന്ന് വിറച്ചിരിക്കുവാണ്. ദൈവമേ, ഇപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് കയറി വന്നാൽ എന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. എന്നാലും ഇത്രയും നേരമായിട്ട് ഫാമയെ കണ്ടില്ലല്ലോ മോളെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കാറിൽ നിന്ന് ഉപേന്ദ്രനും രോഹിത്തുമാണ് വരുന്നത്. ഉപേന്ദ്രൻ നോക്കുമ്പോൾ രാഘവേട്ടൻ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഉപേന്ദ്രൻ അത് കണ്ടിട്ട് വലിയ പരിഹാസത്തിലോടെ ഇങ്ങനെ നോക്കി വരുവാണ്. രാഘവേട്ടനാണെങ്കിൽ ഉപേന്ദ്രനെ കണ്ടിട്ട് ഇവൻ എന്തിനാ ഇവിടെ വന്ന? ഡാ, നീ എന്തിനാടാ ഇവിടെ വന്നത്? നിന്നോടിവിടെ കയറിപ്പോകരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോടാ? ഞാൻ വെളിയിൽ ഇറങ്ങാനോ? തനിക്കെന്താ ബോധമില്ലേടാ കിഴങ്ങ? തൻ്റെ ഇവിടുത്തെ ഭരണമൊക്കെ മതിയാക്കിയേ ഇവിടുന്ന് പടിയിറക്കി ഞങ്ങൾ വിട്ടതാ. ഞാനാണെങ്കിലേ മനസ്സുകൊണ്ട് തനിക്ക് ഇരിക്കപ്പിണ്ടവും വെച്ചു. അത് കേട്ടിട്ട് രാഘവേട്ടനെ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. എടാ, നീ എൻ്റെ വീട്ടിൽ വന്നിട്ട് നീ എന്നെ ചീത്ത പറയുന്നോടാ എന്നും പറഞ്ഞ് ഉപേന്ദ്രൻ്റെ കഴുത്തിനിങ്ങനെ പിടിക്കാൻ പോവാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് രോഹിത് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്ത് ചെയ്യണം, ആരുടെ പക്ഷത്ത് നിൽക്കണം ഒന്നും അറിയാതെ രോഹിത് ഇങ്ങനെ വടി പോലെ നിൽക്കുന്നുണ്ട്. ഉപേന്ദ്രൻ പറയുക, എടോ കിഴവാ, ഇതൊക്കെ തന്നോട് ഞാൻ പറയണ്ട ഇവിടുന്ന് ഇറങ്ങിപ്പോവാനെന്ന്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത് താനാ, വലിഞ്ഞു കയറി വന്നിട്ട് താൻ എന്നെ ഭരിക്കാൻ പോന്നോ എന്നും പറഞ്ഞു ഉപേന്ദ്രൻ രാഘവേട്ടനെ പിടിച്ചൊരൊറ്റ തെള്ളുവരടിയും. പാവം രാഘവേട്ടൻ മലന്നടിച്ചങ്ങ് വീഴുവാണ്. അയ്യോ അച്ഛാ എന്നും പറഞ്ഞ് ശ്യാമ ഉറക്കം നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഉടനെ തന്നെ വിഷ്ണുവും ശാലിനി അവിടെ എത്തും. അച്ഛൻ വീണ് കിടക്കുന്നത് വിഷ്ണു കണ്ടു കഴിയുമ്പോൾ ഉപേന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. രോഹിത്തിനാണെങ്കിൽ കിട്ടാനുള്ളതൊക്കെ കിട്ടുകയും ചെയ്യുന്ന റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.